ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രകാശനും മൂങ്ങയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കൂട്ടുകാരികൾ വരികയാണെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടും അല്ലേടെ മോനെ. അതേ അമ്മേ, അതമ്മ പറഞ്ഞത് ശരിയാ. ഇന്നവർ വരുമ്പോഴേക്കും നല്ല സദ്യ തന്നെ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം ശരണ്യ, അതെ ദേ അവർ വന്നു. വിക്രം, നീ എൻ്റെ കൂടെ വാടാ, നമുക്ക് ഒരുമിച്ച് അവരെ പോയി നോക്കാം. അയ്യോ, നീ പോയി വിളിക്ക് ശരണ്യ, ഞാനിവിടെ നിന്നാൽ പോരെ. അതൊന്നും പറ്റില്ല, നീ എൻ്റെ ഹസ്ബൻഡ് അല്ലേ, അപ്പം അവരെ പരിചയപ്പെടുത്തണ്ടേ, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ വിളിക്കുക നിർബന്ധിച്ച്. അപ്പോഴേക്കും വിക്രത്തിനോട് ചെല്ലും മോനെ, ഞങ്ങളിവിടുത്തെ ജോലിയൊക്കെ ചെയ്തോളാം എന്നും പറയുകയാണ്. അപ്പോൾ വിക്രം ശരണ്യയുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ പോവുക. അവിടെ ഉമ്മറത്ത് നിന്ന് അവർ നോക്കി നിൽക്കുകയാണ് ആകാംക്ഷയോടെ. വിക്രം, ആരായിരിക്കും ആ വരനും വധുവും? എന്തായാലും അവരെ ഒന്ന് നന്നായിട്ട് ആശംസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയ മുഖം കണ്ട് നമ്മുടെ വിക്രം ഞെട്ടിപ്പോയി. ആദ്യം ആൽബിയ ഇറങ്ങിയത്. ആൽബിയെ കണ്ടതും വിക്രം, ഇത് ഞാനറിയുന്ന പയ്യനാണല്ലോ, അപ്പോൾ സാറ് കല്യാണം കഴിച്ചത് ശരണയുടെ കൂട്ടുകാരിയാന്ന് തോന്നുന്നു. അപ്പോൾ ആൽബിയെ നോക്കി വിക്രം ചിരിച്ചു. ഈ സമയം അതിൽ നിന്നും സോണിയും ഇറങ്ങി. സോണിയെ കണ്ടതും വിക്രം അയ്യടാന്നായിപ്പോയി. ഈശ്വര, ഇവളെ തന്നെയാണോ ഇയാൾ കെട്ടിയത്? ഈ വൃത്തികെട്ടവനോടെല്ലാം പറഞ്ഞിട്ട് ഇയാളെന്തിനാ വീണ്ടും അവളെ കെട്ടിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശരണ്യ വിക്രത്തിൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചു. എന്താടാ, അവരെ അകത്തേക്ക് വിളിക്കുന്നില്ലേ? അത് പിന്നെ എന്താ നിന്റെ മുൻ ഭാര്യയും അവളുടെ ഭർത്താവും എന്താ, അവരെ കാണാൻ നല്ല രസമില്ലേ, നല്ല ജോഡിയായിട്ടില്ലേ, നല്ല പൊരുത്തവും ഉണ്ട്. എന്തായാലും എൻ്റെ ഫ്രണ്ട്സ് അവര്, ഇങ്ങോട്ട് വിളിക്കടാ എന്നും പറയുക. അപ്പോൾ വിക്രം മിണ്ടാതെ നിൽക്കുക. നിങ്ങളകത്തേക്ക് വരണം എന്നും ശരണ്യ. ഇത് കേട്ടതും സോണിയും ആൽബിയും പതുക്കെ മുന്നോട്ട് നടന്നു. അതിനുശേഷം വിക്രത്തിൻ്റെ മുഖത്തേക്ക് സോണി തുറിച്ചു നോക്കി. എന്നിട്ട് സോണി വിക്രത്തിനെ തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നീ പല പ്രാവശ്യം എന്നെ അപമാനിച്ചു. നീ കെട്ടിയ താലി ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് മൂരി വലിച്ചെറിഞ്ഞ് നിന്റെ മുഖത്തേക്ക് ഇട്ട് തന്നിട്ടും നീ എന്നെ പല രീതിയിലും അപമാനിച്ചു. ആ അപമാനത്തിനൊക്കെ തിരിച്ചടിയുമായിട്ട് തന്നെയാടാ ഞാൻ വന്നിരിക്കുന്നത്. ആൽബേട്ടനോട് പറഞ്ഞ് എൻ്റെ കല്യാണം മുടക്കിയാൽ ഒരിക്കലും ആൽബേട്ടൻ എന്നെ കല്യാണം കഴിക്കില്ലെന്ന് നീ കരുതിയോ? എന്നാ നീ കേട്ടോടാ, നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ചാരുമോളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാടാ ആൽബേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും നേരം സന്തോഷിച്ചിരിക്കുമായിരുന്നു അല്ലേ എൻ്റെ കല്യാണം മുടങ്ങിയെന്നുള്ള സന്തോഷം? എന്നാ നീ കണ്ടോ, ഇതാ ഇപ്പം എൻ്റെ ഹസ്ബൻഡ്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നും പറയുക. ഇനി രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ എന്നും ശരണ്യ. അവര് കാറിൽ തന്നെ ഉണ്ട് ശരണ്യ, എന്നാ അവരെയും കൂടെ വിളിക്കു ചേച്ചി. അത് കേട്ടതും സോണി, നിങ്ങളും പോരെ എന്നും പറയുക. അപ്പോൾ വിക്രം വീണ്ടും ആകാംക്ഷയോടെ കാറിലേക്ക് നോക്കുക. അത് മറ്റാരും ആയിരുന്നില്ല, വിക്രത്തിൻ്റെ അടുത്ത ശത്രുക്കൾ കല്യാണിയും കിരണും. അവരും കാറിൽ നിന്നിറങ്ങി വിക്രത്തെ ഒന്ന് കളിയാക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നു. നീ എന്താ വിചാരിച്ചേ? നീ സോണിയെക്കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കിയ ആൽബേട്ടൻ സോണിയെ കല്യാണം കഴിക്കില്ലെന്ന് വിചാരിച്ചോ? സോണിയുടെ കല്യാണം മുടക്കാമെന്ന് കരുതിയോ? നീ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു, തലമുണ്ടനം ചെയ്യാന്ന്. എന്താ ചെയ്യുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആ അച്ഛൻ്റെ മോനല്ലേ, അതുകൊണ്ട് ഇവനും വാക്ക് പാലിക്കില്ലെന്ന്. എന്തായാലും ഇവൻ്റെ ഒന്നും വാക്കിന് ഞാൻ പുല്ല് വില കൽപ്പിച്ചിട്ടുള്ളൂ കല്യാണി എന്നൊക്കെ പറഞ്ഞ് കിരണും ഇങ്ങനെ നിൽക്കുക. എന്നാ പിന്നെ വന്നോ കാലം നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് വാ, എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ? അത് പിന്നെ ശരണ്യയുടെ ഹസ്ബൻഡ് ഞങ്ങളോട് വരാൻ പറഞ്ഞില്ലല്ലോ. അത് കേട്ടതും, ഇവിടെയെല്ലാം ഞാനാ, ഈ വീടൊക്കെ എൻ്റെയാ, അതുകൊണ്ട് ഇവർ പറയുന്നൊന്നും നോക്കണ്ട, നിങ്ങൾ അകത്തേക്ക് കയറി വന്നേ, വാ കല്യാണി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യെ വിളിക്കുക. അത് കേട്ടതും എല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുകയാണ്. വിക്രമാണെങ്കിൽ നാണിച്ച് നാണം കെട്ട് നാറാണക്കല്ല് തെറിച്ച് ഇങ്ങനെ നിൽക്കുക. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും അവരെല്ലാവരും അവിടെ അവരിരുന്നതും, നീ എന്താണ് വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ? അപ്പോൾ ആൽബി, അതെ, അന്ന് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ. സോണി അങ്ങനെയാണ്, സോണി വൃത്തികെട്ടവളാണ്, സോണിയുടെ വയറ്റിലെ സോണിയുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞല്ല, വേറെ ഏതോ ഒരുത്തൻ്റെയാണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോൾ ഒന്നും പറയാനില്ലേ വിക്രം? അന്ന് എനിക്കെല്ലാം അറിയായിരുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്നോട് പറഞ്ഞത് സോണിയെ ഞാൻ ഇനി കല്യാണം കഴിക്കില്ല എന്ന്. പക്ഷെ എന്തായാലും സോണിയെപ്പോലെ ഒരു നല്ല പെൺകുട്ടിയെ ഞാൻ മിസ് ചെയ്യില്ല. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് സോണിയെ നന്നായിട്ട് മനസ്സിലായി. സോണിയല്ല മറ്റു ആൾക്കാരെ തേടിപ്പോകുന്ന ആള് നീ. അതുകൊണ്ട് കൂടുതൽ സൂക്ഷിച്ചോ. നല്ലൊരു പെൺകുട്ടിയായ ശരണ്യെ ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നുണ്ട്. ഇനി ജീവിതം പാഴാക്കാതെ നോക്ക്, ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്ക് എന്നൊക്കെ ആൽബി പറയുക. അത് കേട്ടതും സോണി, അതെ,
ശരണ്യെ പോലെ നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ഭാര്യയായി കിട്ടി. ദേ ഈ ജീവിതമെങ്കിലും നന്നായിട്ട് ജീവിക്ക്, ആരെയും പറ്റിക്കാതെ ആരെയും ചതിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ്. ഈ സമയം മൂങ്ങയും പ്രകാശനും സംസാരിക്കുക. എന്തായാലും വന്നവരകത്ത് കയറിയിട്ടുണ്ടാവും, നമുക്ക് അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ മോനെ? അതെ, ആദ്യം അമ്മ നല്ലൊരു ചായ ഇടമ്മേ. ചായയോ? ഈ പൊഴിഞ്ഞ ചൂടത്തോ? എടാ ജ്യൂസ് ആയിരിക്കും നല്ലത് എന്നൊക്കെ മൂങ്ങ പറയാ. എന്നാ പിന്നെ എന്തെങ്കിലും ഇട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനും മൂങ്ങയോട് പറയണം. ഇപ്പോൾ മൂങ്ങ ജ്യൂസൊക്കെ അടിക്കാനായിട്ട് ഇങ്ങനെ പോവുക. എന്നാലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും. ജ്യൂസ് കുടിക്കാം, നല്ല ചായ കുടിക്കാം, പാലൊഴിച്ച ചായ കുടിക്കാം, പായസം കുടിക്കാം, സദ്യ കഴിക്കാം, ഇറച്ചി മീനും കഴിക്കാം. എന്തൊരു രസമായിരിക്കും ഇന്നത്തെ ദിവസമല്ലേ? ആ സോണിയുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ ഇതിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. 2 നേരവും പാലൊഴിച്ച ചായ, പിന്നെ ഉച്ചയ്ക്ക് ചിക്കനും മീനും ഇല്ലാത്ത ഭക്ഷണവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാ എല്ലാം വായയിലെ രുചിയൊക്കെ പോയ പോലെയുണ്ട്. എന്തൊരു കഷ്ടമാണ്. ഒരിറച്ചി മീനും തിന്നണമെങ്കിൽ ഇതുപോലെ അവളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും വരണം. വല്ലാത്തൊരു കഷ്ടമായി പോയല്ലേ അവിടെ മോനെ നമ്മുടേത്. അതെ അമ്മേ, അത് ശരിയാ. സോണിയെപ്പോലെ നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടിയിട്ട് അവനറിയില്ല അവളെ കൊണ്ട് എങ്ങനെ നടക്കണമെന്ന്. എന്തായാലും അവളുടെ കല്യാണമെല്ലാം മുടങ്ങിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവൾ നമ്മുടെ മോനെ തേടി വരുമമ്മേ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളൊന്നും ആലോചിക്കില്ല, അവനെയും കൊണ്ട് അവളുടെ വീട്ടിൽ പോയി താമസിക്കും. എന്നിട്ട് എല്ലാ അധികാരവും നമ്മൾ നേടിയെടുക്കും. എന്നിട്ട് നമ്മളവിടെ ഭരിക്കും. അതിനുശേഷം നമ്മൾ പറയുന്നതായിരിക്കും ആ വീട്ടിൽ നടക്കുന്നത്. എന്താ, അങ്ങനെയായാൽ പോരെ അമ്മേ? മതി മോനെ, അങ്ങനെയായാൽ മതി. എനിക്ക് ഡെയിലി 3 നേരം നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നല്ല പാൽ ചായ കുടിക്കണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. മരിക്കാറായില്ലേ, കുഴിയിലേക്ക് കാല് നീട്ടിരിക്കുന്ന ഈ സമയത്തെങ്കിലും അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കഴിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇവിടെയുള്ള ആ പൂതന അതൊന്നും മേടിച്ചു തരില്ലല്ലോ മോനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരണ്യ ഇതെല്ലാം അറിഞ്ഞെന്ന് കേൾക്കുക. പൂതന നിന്റെ മോനാടി, ഇല്ലെങ്കിൽ നിന്റെയൊക്കെ ഞാനൊന്നും പറയുന്നില്ല. ഏറ്റവും വലിയ തിരിച്ചടി നിങ്ങൾക്ക് ഹോളിലിരിപ്പുണ്ട്, അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അമ്മ എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ടാക്കിയ? ചിക്കൻ വറുത്തത്, മട്ടൻ കറി, ബീഫ് പുരട്ടിയത്, മീൻ കറി, മീൻ വറുത്തത് എല്ലാം ഉണ്ട് മോനെ. പിന്നെ അതുകൂടാതെ പച്ചക്കറികളും. വായെന്ന് വെള്ളം വരുന്നമ്മേ. ഇനി വന്നവർ ആർത്തിപ്പണ്ടാരം വല്ലതും ആണെങ്കിൽ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലോ? അതൊക്കെ ഞാൻ കുറച്ച് നമുക്ക് മാറ്റി വെച്ചിട്ട് അവിടെ കൊണ്ട് വെക്കൂ. ആണോ? എന്നാ അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്ക് ശരണ്യ, ഇവിടെ പാചകപ്പണിയൊന്നും കഴിഞ്ഞില്ലേ? ഇത്തിരി ഇവിടെ ഉണ്ട് മോളെ. ഇനിയിപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ദേ അവർ വന്നിട്ടുണ്ട്. വിക്രം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആണോ? നല്ല കൂട്ടുകാരിയാ അല്ലേ? പിന്നെ അവൾക്ക് എന്നോട് നല്ല സ്നേഹമാണ്. ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് അവളുടെ കുടുംബത്തെക്കാളും എൻ്റെ കുടുംബത്തോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നത്. എന്തായാലും ഇന്നവർക്ക് ഒരു കുറവുമില്ലാത്ത സദ്യ തന്നെ കൊടുക്കണം കേട്ടോ. അത് പിന്നെ പ്രത്യേകം പറയണോ മോളെ? എല്ലാം വെച്ചിട്ടുണ്ട്. ദേ ജ്യൂസ് വരെ കലക്കി വെച്ചിട്ടുണ്ട്. ആണോ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, അമ്മമ്മ ആ ജ്യൂസ് ഇങ്ങതാ, ഞാൻ കൊടുക്കാം. അമ്മമ്മയും അച്ഛനും അങ്ങോട്ട് പോരെ. അത് വേണോ? ഞങ്ങൾ ഇപ്പോൾ ഈ വേഷത്തിൽ എങ്ങനെയാ? ഇതിനിപ്പോൾ വേഷം മാറേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? ഇവിടെ തന്നെയുള്ള ആൾക്കാരല്ലേ നമ്മൾ. എൻ്റെ ഫ്രണ്ടിന് നന്നായിട്ട് അറിയാം നിങ്ങളെക്കുറിച്ചൊക്കെ. നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യും, എന്നെ എല്ലാം സഹായിക്കും. ഈ വീട്ടിലെ അടുക്കള ജോലി ചെയ്യുന്നത് മുഴുവനും നിങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും മോളെ അങ്ങനെയൊക്കെ പറഞ്ഞോ? പിന്നെ നിങ്ങളെയും എനിക്ക് പുകഴ്ത്തണ്ടേ? ലോകത്ത് ആർക്കും കിട്ടാത്ത അമ്മായിയച്ഛനെയല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. മുത്തശ്ശിയാണെങ്കിലും അമ്മമ്മയെ ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. എന്തൊരു സ്നേഹമാണ്. ഇതുപോലൊരു സ്നേഹമുള്ള അമ്മമ്മയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മോളപ്പോൾ എന്നെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ടല്ലേ? അത് പിന്നെ പറ്റുമോ? എൻ്റെ വിക്രത്തിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുവാണോ ശരണ്യ? എന്തായാലും വാ അവർ കാത്തിരിക്കുമായിരിക്കും എന്നൊക്കെ പറയുവാണ്. അത് കേട്ടതും ശരി മോളെ ചെല്ല്, ഞങ്ങൾ വരാം. അപ്പോൾ ആ ജ്യൂസ് ഇങ്ങ് തന്നേരെന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ അങ്ങ് പോവുക. ഈ സമയം പ്രകാശൻ, അമ്മേ വാ നമുക്കും പോയി കണ്ടേച്ചു വരാം. എടാ മോനെ, ഈ വേഷത്തിൽ പോണോ? ആകെ വേർത്ത് കുളിച്ച് നനഞ്ഞു കുതിർന്ന് നിൽക്കുക. സാരമില്ലെന്നേ, അവളുടെ ഫ്രണ്ടല്ലേ. എന്തായാലും നമ്മളിങ്ങനെ പോയാലും അവൾക്ക് തന്നെ അതിൻ്റെ നാണക്കേട്. അവൾ നമ്മളോട് ഇങ്ങനെ വരാൻ പറഞ്ഞ സ്ഥിതിക്ക് വാ നമുക്ക് ഇങ്ങനെ തന്നെ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങയും പ്രകാശനും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം ശരണ്യ ജ്യൂസൊക്കെ കൊണ്ടേ കൊടുക്കുക. കല്യാണിയച്ഛൻ എന്തോന്നും ഉണ്ടായിരിക്കുന്നേ? ഒന്നുമില്ല ശരണ്യ, എങ്ങനെയുണ്ട് നിന്റെ ജീവിതമൊക്കെ? സുഖമായിട്ട് പോകുന്നോ? പിന്നെ എന്ത് സുഖം, ഞാനേതോ എന്താ പറയുക കൂട്ടിപ്പെട്ട സിംഹത്തിൻ്റെ അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതല്ലേലും അങ്ങനെയാ. നല്ലൊരു ജീവിതം കിട്ടിയാലും അത് എങ്ങനെ ജീവിക്കണമെന്നറിയാൻ പാടില്ലാത്ത ആൾക്കാരാ ഇവിടെയുള്ളത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിക്കണേ.
അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി, അതിനുള്ള തൻ്റെ ഇടമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്നാരെങ്കിലും എന്തായാലും പറഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ പടിക്ക് പുറത്താ. എന്തായാലും അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല എന്നൊക്കെ പറയുവാണ്. ഈ സമയം പ്രകാശനും മൂങ്ങ അങ്ങോട്ട് വരിക. ഇതാണോ നിങ്ങളുടെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും? അത് കേട്ടത്, അയ്യോ ഇത് അമ്മായിയമ്മയല്ല മുത്തശ്ശിയാ. ആണോ? അല്ല ഇവരെന്താകെ വേർത്ത് വിളിച്ചിരിക്കുന്നേ? ഇവരാ ഇവിടുത്തെ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നത്. ഓ നല്ല അച്ഛനും അമ്മമ്മയാണല്ലോ എന്നൊക്കെ കല്യാണി സോണിയും പറയാ. ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന മട്ടിൽ തല കുനിച്ചു നിന്ന പ്രകാശനും മൂങ്ങയും തല ഉയർത്തിപ്പിടിച്ചൊന്ന് നോക്കുക. നോക്കിയതും പ്രകാശൻ ഞെട്ടിപ്പോയി. അവിടെ ഇരുന്നത് പ്രകാശന് ഒട്ടും ഇഷ്ടമല്ലാത്ത കല്യാണിയെ കണ്ടതും, ഓ ഇവളാണോ ഇവക്കടെ കൂട്ടുകാരത്തി? അല്ലെങ്കിലും ഒരിക്കലും ഇല്ലാത്ത എല്ലാ കൂട്ടുകാരത്തികളും ഇവളുടെ കൂട്ടുകാരത്തികളാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും അച്ഛനെൻ്റെ കൂട്ടുകാരിയെ കണ്ടില്ലല്ലോ, അതാ എൻ്റെ കൂട്ടുകാരിയും ഭർത്താവും. അത് കേട്ടതും തിരിഞ്ഞു നോക്കുക പ്രകാശൻ. തിരിഞ്ഞു നോക്കിയ പ്രകാശൻ ഞെട്ടിപ്പോയി. ഞെട്ടലോടുകൂടെ പ്രകാശൻ മൂങ്ങയെ നോക്കുക. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ നിങ്ങളുടെ മുൻ മരുമകള് സോണി, ഇപ്പോഴത്തെ എൻ്റെ ഭർത്താവ് ഇതാ ആൽബിയേട്ടൻ, എന്നെ പൊന്നു പോലെ നോക്കുന്ന എൻ്റെ ആൽബിയേട്ടൻ. ഈ ആൽബിയേട്ടൻ്റെ പപ്പയ്ക്കും മമ്മിക്കേ ഞാനെന്ന് വെച്ച ജീവനാ. അവരെ എൻ്റെ വീട്ടിൽ വന്ന് അവിടെ ഭരിക്കൊന്നുമില്ല. ഞാനിപ്പോൾ അവരുടെ വീട്ടിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് പോവും. നല്ല സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. ഒരു ശല്യവും ഇല്ലാത്ത ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ അമേരിക്കയ്ക്ക് പറക്കാൻ പോവുക. ഇതെല്ലാം കേട്ടതും പ്രകാശൻ കൈമുഷ്ടി ചുരുട്ടി ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് വിക്രത്തിനെ നോക്കുക. എടാ നാറി, നീ പറഞ്ഞല്ലോ ഇവളുടെ കല്യാണം മുടക്കിയെന്ന്, എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള മട്ടിലാണ് പ്രകാശൻ്റെ നോട്ടം. പക്ഷെ ഉത്തരമില്ലാതെ നിൽക്കുന്ന വിക്രത്തിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രകാശനും. അതെ, അച്ഛനും മകനും അമ്മുമ്മയും നാണം കെട്ട് നിൽക്കുന്ന ആ നിപ്പ് കണ്ട് കല്യാണിയും കിരണും സോണിയും ആൽബിയും ശരണ്യം ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. അതേ പ്രേക്ഷകരെ കാത്തിരിക്കുക. വിക്രത്തിൻ്റെയും പ്രകാശൻ്റെയും മൂങ്ങയുടെയൊക്കെ മുൻപിലേക്ക് ആൽബിയും സോണിയും വന്നെത്തുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലേ? നമ്മുടെ വിക്രം വെല്ലുവിളിച്ചിരിക്കുകയാണ് കിരണിനെയും കല്യാണിയെയും. തലയും മൊട്ടയടിച്ച് മീശയും വടിക്കുമെന്ന്. അങ്ങനെ എന്തെങ്കിലും നടക്കുമോ? പ്രകാശം വാക്ക് പാലിക്കാതിരുന്നത് പോലെ വിക്രവും പാലിക്കാതിരിക്കോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.